أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നിങ്ങളെ ഓത്ത് കഴിഞ്ഞിട്ടില്ലേ? സദഖല്ലാഹു ഓത്ത് കഴിഞ്ഞേക്കണു എബീസ് എന്തിയാ എനിക്ക് നോൽമ്പ് ഇപ്പൊ 3 ആയില്ലേ? നമുക്കൊരു നോമ്പർക്കൽ ഉണ്ടാക്കണ്ടേ? സൂറാബിന് മരോനൊക്കെ ഒന്ന് വിളിച്ചണ്ടേ? നോൻപ് ഇപ്പൊ 3-4 ആയിട്ടുള്ളൂ നബീസോ. ഇനി 10 നോൻപ് ഇനിയുണ്ട്. അതിന്റെ അടിയിൽ എപ്പോഴേലൊക്കെ ഒന്ന് വിളിച്ചാ പോരെ പോലെ. അതൊന്നും പറ്റൂല, കൊറേ വെക്കാൻ പാടില്ല. ആദ്യത്തെ 10 തന്നെ ഓലെ വിളിച്ചണം. ആദ്യത്തെ 10 തന്നെ പറപ്പിച്ചാ നബീസോ. ഓല് പുതിയ മരുവനൊന്നും അല്ലല്ലോ. 10-20 കൊല്ലായി സൂറാബിനെ കെട്ടിച്ചിട്ട്. ഓലെ സൗകര്യത്തിന് ഓല് വന്നുകാണ്ട് പറന്ന് പോയിക്കോട്ടെ. ഒരു 10 ഒരു കോഴിച്ചാറ് എന്തേലും നമ്മള് പെരയിൽ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയാ പോരെ. അതിനായിട്ട് വലിയ കൊസിയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെ കോഴിച്ചാറും പത്തിരിയും ഒന്നും ഇപ്പൊ കുട്ടിയാൾക്കാർക്കും പറ്റൂല. പണ്ടത്തെ കാലം എന്നല്ല ഇപ്പൊ വലിയ സവായ ബൊറോസ്റ്റ കുഴിമന്തി ഒക്കെ വേണം കുട്ടിയാൾക്ക് നോൽമ്പറക്കുമ്പോത്തിന്. അതെ, നിങ്ങൾ നല്ലൊരു ഹോട്ടലിൽ ഏൽപ്പിച്ചാളി. ഓലിന്നാ നോൽമ്പറക്കണ നേരത്തെ ഇങ്ങോട്ട് പെരേക്ക് കൊടുന്നേരും. എത്ര നബീസോ ഇജ്ജി പറയേണ്ടത്? ഹോട്ടലിൽ ഏൽപ്പിച്ച് ആനക്കും അതിന്റെ മരുവക്കും കൂടി എത്തിയാലൊക്കെ ഒന്ന് ഉണ്ടാക്കിയാ പോരെ. എന്നിട്ട് അത് ഉണ്ടാക്കി തിന്നാ പോരെ. ഈ ഹോട്ടലിലൊക്കെ ഏൽപ്പിച്ചാണ് കൊടുത്ത് തിന്നണോ? ഫ്രൂട്ട്സും വെള്ളവും അതും ഇതൊക്കെ ഉണ്ടാവും. അതിന്റെ പുറത്ത് ഇപ്പൊ ഈ ഇജ്ജ് പറഞ്ഞ ഈ പണ്ടാരങ്ങൾ മുഴുവൻ കൊണ്ടുവരണോ? എന്തിനാ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം? മാണെങ്കിൽ ഞാൻ ഏൽപ്പിച്ചോളാം. കായ് നിങ്ങൾ ആരെങ്കിലും തരുത്തി തരും. എൻ്റെ അടുത്ത് കായൊന്നുമില്ല. അതിന് കായ് ഞാനേ സുക്കൂറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് മേടിച്ചു തരണ്ട്. ഓനെ ഏൽപ്പിച്ചാൽ അതെ ഒരു വാലും തുമ്പൊന്നും ആവൂല. നിങ്ങൾ ഏതേലും ഹോട്ടലിലൊന്ന് പറഞ്ഞ് ഏൽപ്പിച്ചോണ്ടി. ആ ഏൽപ്പിച്ച വിവരം എന്നോട് വിവരം പറയോണ്ടി. ഓൽക്ക് നച്ച് വിളിച്ചറിയാലോ നാളെ മറ്റന്നാളെ എന്നുള്ളത്. ഹോട്ടലിലൊക്കെ ഏൽപ്പിച്ചുകാണ്ട് തിന്നണ നബീസോ. അവനാന്റെ പെരയിൽ ഒരു ചുടള്ള തിളപ്പിച്ചുകാണ്ട് കുടിച്ചിൻ്റെ ചാതി ഏത് ഹോട്ടലിൽ ഏൽപ്പിച്ചാലും കിട്ടൂല. അതിന് നിങ്ങൾക്കൊക്കെ പണി എടുക്കണ്ടേ? മെരുങ്ങാൻ കുറച്ച് ഇടങ്ങാറല്ലേ. ഹോട്ടലിൽ ഞാൻ ഏൽപ്പിച്ചോളാം. ഞാൻ ഇറങ്ങുമ്പോഴാണ്ട് നിങ്ങൾ ഫോണിൽ ഓരോന്ന് കണ്ടു എന്ന് പറഞ്ഞിക്കാണ്ട് ബാക്കിയുള്ളവരെ ഇറങ്ങാറാക്കാൻ വേണ്ടിയിട്ട് അതിൽ വലിയ വലിയ ക്വസ്റ്റ്യനിലേ തീറ്റി പരിപാടിയൊക്കെ ഉണ്ടാവും. അത് കണ്ടുകാണ്ട് ഈ കായില്ലാത്ത ഇന്ത്യ നിങ്ങൾ ആട്ടിറച്ചി വേണം, മറ്റത് വേണം, മറിച്ച് വേണം. നിങ്ങൾക്ക് റമദാൻ മാസമാണിത്. 10ന്റെ കായ് മനുഷ്യൻ്റെ കയ്യിലില്ല. മൊബൈലിൽ ആ ഭക്ഷണം കണ്ടു, ഈ ഭക്ഷണം കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു. കുട്ടികൾക്ക് ഇപ്പോൾ തൊള്ളോണ്ട് പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എത്തപ്പോ മാമിട്ടിയൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് പിച്ചും പയ്യും പറഞ്ഞ് ഇങ്ങനെ പോരുന്നു? ഞാൻ പേരക്കുട്ടികളോടെ 1-2 പറഞ്ഞിക്കാണ്ടേ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ആട്ടിറച്ചി കിട്ടുവെച്ചിട്ട് പോയി വെക്കുകയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞേക്കണം എന്നാവും. മാമിട്ടിയൊക്കെ ഇന്ന് കോളൊക്കെ ഉണ്ടല്ലേ? ഇന്ന് നോമ്പറക്കാൻ ഇവിടാണ് കൂടെ എനിക്ക്. അതിനെന്താ മോനെ, ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ കൂടി എല്ലാവർക്കും കൂടിക്കാണ്ട് തിന്നാലാ. പിന്നെ ഇപ്പം ആട്ടിറച്ചിയുടെ പൂതി വർത്താനം പറഞ്ഞെന്താ അറിയാം, കുട്ടികളെത്താ മൊബൈലിൽ കണ്ടേക്കണോ ആട്ടിറച്ചിയോട് എന്തൊക്കെയാണ് സാധനം ഉണ്ടാക്കിയത് ഇങ്ങനെ. അത് ഇത് പേര് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് വെക്കലുണ്ട് പറഞ്ഞു. അത് വെച്ചുകാണ്ട് കണ്ടേക്കണു. അതിൽ തുച്ഛീലം പിടിച്ചതാണ്. നമ്മൾ സ്ഥിതി ഇപ്പോൾ കുട്ടികൾക്ക് അറിയാം. ഓർക്കിപ്പോൾ ഇത് കാണുമ്പോൾ വലിയ സംഗതിയാണല്ലോ ഇപ്പോൾ ഇത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ എണ്ണിച്ചുട്ട് അപ്പയായിട്ട് പിന്നെ കുട്ടിനോട് പറയാം. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കണ്. അതിന് സ്റ്റാറ്റസ് വെക്കാന്നാ പറയാം. ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ എൻ്റെ പെരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്, സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് കളിക്കരുത് എന്ന്. കാരണം പാവപ്പെട്ട കുട്ടികളും ഒരുപാട് നമ്മളെ നാട്ടിലുണ്ട്. ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്, ഉള്ളവരുണ്ട്, പല കോലത്തിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ റമദാൻ ആവുമ്പോൾ. പൊന്നാര മാനെ, എൻ്റെ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ ഈ മൊബൈലേ, അതിൽ അത് കത്തിൻ്റെ ഉപകാരം. അതുകൊണ്ട് നമുക്ക് കൂട്ടാനുണ്ടാക്കാം, മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ ഈ സംഗതി. അത്രക്ക് ചില നേരത്തെ ഇടങ്ങാറായി പോകും. ഇപ്പം നമ്മൾ ഈ കായും പണം ഇല്ലാത്ത പിന്നെ പോലൊക്കെ ആൾക്കാർക്കൊക്കെ ഇതെത്താ പോയി ചെയ്യും. ഇപ്പം ഈ കുട്ടികൾ ഇന്ന് മണം തരുമ്പോൾ നമ്മൾ കൊടുത്തു കൊടുക്കണ്ടേ. വെക്കണവർക്ക് ഇപ്പോൾ അത് വെച്ചാൽ മതി ഈ പറഞ്ഞ സാധനം. ഇത് ആളെ അവസ്ഥയൊന്നും നോക്കാതെ ഓരോരോ കാട്ടിക്കൂട്ടിൽ നമ്മൾ ഒരുപാട് പറയണം അതിനെപ്പറ്റി. അതിപ്പോൾ പറയുക നല്ലത്. പേരക്കുട്ടികളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, ഓലെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അല്ല, ഒരു കിറ്റ് കൊണ്ട് കൊടുത്തയച്ചിരുന്നല്ലോ, അവിടെ കിട്ടിക്കണില്ലേ? കിട്ടിക്കണം. അപ്പം ഞാനേ നമുക്കൊരു ലേശം പൈസ വറവ് വകുപ്പിൽ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതാണ്. അപ്പോൾ അല്ല, അവിടെ വെച്ചുള്ളത് ജക്കാത്തൊന്നുമല്ല, വേറെ നിലക്കുള്ളൊരു പൈസയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സന്തോഷിക്കട്ടെ. അല്ല ജയപ്ര, എൻ്റെ നോമ്പർപ്പിക്കൽ കഴിഞ്ഞോ? ഇല്ല, എൻ്റെ കഴിഞ്ഞിട്ടില്ല. അമ്മായിമ്മ നോമ്പ് 7 ചെല്ലാൻ പറഞ്ഞേക്കണേ. അല്ല മാഷേ, ഇന്നലെ കുഞ്ഞോൻ്റെ അടുത്ത് നോമ്പർപ്പിച്ചലായിരുന്നല്ലോ. നല്ല പരിപാടിയായിരുന്നു, നല്ല ഫുഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഉണ്ടായില്ലേ? എന്നോട് പറഞ്ഞിട്ടില്ല. വലിയ പരിപാടി എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടു. എന്തെന്നോട് പറയാൻ മറന്നാവും.
പിന്നെ കുറേ ഭക്ഷണം ബാക്കി ഉണ്ടായിരിക്കണം. എന്നിട്ട് വൈകുന്നേരം ഉണ്ടാവും ഏശാൻ കൊടുത്താൽ അതായിട്ട് ഇങ്ങനെ വരുന്നു പേരേക്ക് എല്ലാ സാധനങ്ങളായിട്ട്. ആ നേരത്തെ ആർക്കും ആണതൊക്കെ ഒരു മുട്ടായി പൊട്ട് പോലും നമുക്ക് അപ്പം ഇറങ്ങാത്ത നേരമാണ്. എന്നിട്ട് കുറേ സാധനങ്ങളായിട്ട് കൊടുത്തു. അവിടെ ഇരുന്ന് നേരം വെളുത്ത് എന്ത് ചെയ്തു അതൊക്കെ തൊടുവ് കൂട്ടും. ഓൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ട് മാഷേ. ഓൻ ഈ ആൾക്കാർ കാണാനും വേണ്ടിയിട്ട് ഇങ്ങാണ്ട് ചെയ്യാണ്. കണ്ടമാനം ഭക്ഷണം ബാക്കിയാക്കണം. കുറേ ഭക്ഷണം കുഴിച്ചിട്ടിക്കണമെന്നൊക്കെ പറഞ്ഞു. ഓനെ ഈ റമദാൻ മാസേ ഈ നോമ്പർപ്പിക്കലിനടുത്തന്നെ പുണ്യം കിട്ടാനല്ല, ഓൻ്റെ പുളിച്ചിത്തരം നാട്ടുകാരെ കാണിച്ചാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം കുറേ ബാക്കിയെന്നൊക്കെ പറയുന്നത് കേട്ടു. എങ്ങനെ ബാക്കിയാതൊക്കെ പിന്നോട്ടോട്ട് പറഞ്ഞിട്ടുമില്ല, ഞാനോട്ട് പോവില്ല അവൻ്റെ ആ പുളിച്ചിത്തരം കാണാൻ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എവിടക്ക വീരക്ക ഈ വൈക്ക് പോകണു? ഞാൻ എൻ്റെ ആന്ത്രോൻ്റെ അടുത്ത് ഇറങ്ങിയതാണ്. ഓന് പനിയാണ് അറിഞ്ഞിരുന്നു. അപ്പോൾ ഓനൊന്ന് കാണാച്ചിട്ട് ഇറങ്ങിയാണ്. വെയിൽ ചൂടാകുമ്പോഴത്തേന് പെരീക്ക് തന്നെ എത്തണം, നോമ്പല്ലേ. പിന്നെ എന്നെ കണ്ടപ്പോഴാച്ചൊരു ഓർമ്മ വന്നത്. 2 ദിവസം എന്നെ ഞാൻ പള്ളിക്കൊക്കെ കണ്ടു റംസാനിൽ. പിന്നെ ഞാൻ എന്നെ കണ്ടതുമില്ല. ഇന്ത്യ വരാഞ്ഞു. പിന്നെ തറാവീക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വീരാക്ക നമ്മളെ പള്ളിയൊക്കെ ഇപ്പോൾ വരലില്ല. ഞാൻ ഏതെങ്കിലും അറിയാത്ത അപ്പുറത്ത് ഏതെങ്കിലും പള്ളിയൊക്കെ പോയി കാണും ജമാഅത്ത് കൂടുതലാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാരൊരു നോട്ടും ഒരു പുത്തൻ പ്രസ്ഥാനത്തേക്ക് വന്ന മാതിരിയുള്ളൊരു ചിരിയും ഒക്കെ പാടാകുമ്പോൾ ഒരു മടുപ്പാണ്. അപ്പോൾ അപ്പുറത്തേക്ക് ഏതെങ്കിലും പള്ളിയൊക്കെ പോയി കാണും നിസ്കരിച്ചു അറിയാത്ത കൊടുത്ത്. അതിപ്പോൾ കുട്ടിയെ ഈ നമ്മളെ ഈ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ മറ്റേ കണ്ണേറ്റുള്ള ആ ഒരു നോട്ടം നോക്കുന്ന ആൾക്കാർ, ഓൽക്ക് ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയായിട്ടാണ്. എല്ലാ ചെറുപ്പക്കാരും ഈ പള്ളിക്ക് കയറുമ്പോൾ ഈ നോട്ടം കണ്ടുകൊണ്ട് പോണ കുറേ ആൾക്കാരുണ്ട്. എന്തിനാ ഈ നോക്കണ്ടെന്ന് വെച്ചൊരു പിടുത്തം കിട്ടിയില്ല. ഒരു കളിയാക്കലാണ് ആൾക്കാരെ. ഇജ്ജ് പറഞ്ഞ മാതിരി തന്നെ അത് കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പള്ളിക്കൊക്കെ പോകും. പൊന്നാര വീരാക്ക, ഞാനിപ്പോൾ ഒരു ബാലത് കേട്ടു. റമദാനാകുമ്പോൾ പള്ളികൾ നിറയും, ആളുകൾ പള്ളിയേക്ക് കയറി. അപ്പോൾ ചില ആൾക്കാരെ നോട്ടം ഉണ്ടാവും. ആൾക്കാർ പള്ളിയേക്ക് കയറി വരുമ്പോൾ ബലും ഞാൻ നോക്കി നിൽക്കാൻ ബലാരെയും പരീക്കാൻ ചെല്ലുണ്ട്, ഓല് ബലാരെയും കാരുണ്യം നേടിക്കാണ്ട ചെല്ലുണ്ട്, അള്ളാൻ്റെ റഹ്മത്ത് ഓടിക്കാണ്ട ചെല്ലുണ്ട്. പണ്ട് യുദ്ധമുഖത്ത് ഒസാം റളിയല്ലാഹു അൻഹു ശത്രുവിനെ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ശത്രു ഷഹാദത്ത് കലിമ ചൊല്ലി. ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അടവാണെന്ന് കരുതിയിട്ട് അത് പരിഗണിക്കാതെ വെട്ടി. അത് വെട്ടിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റസൂൽ ഈ വിഷയം അറിഞ്ഞു. റസൂൽ ഈ വിഷയം അറിഞ്ഞപ്പോൾ റസൂൽ ശുഭിതനായി. റസൂൽ വന്നിട്ട് ഈ സഹാബിനോട് ചോദിച്ചു, അഫലാ ശഖംതു അല ഖൽബിഹി, നീ അവൻ്റെ ഹൃദയം കണ്ടിരുന്നോ? നീ അവൻ്റെ ഹൃദയം വെട്ടിപ്പൊളിച്ച് നോക്കിയിരുന്നോ? ഈ ആളുകളുടെ ദീനും ഇഖ്ലാസും അളക്കാനൊക്കെ ഭൂമിയിലുള്ള നമ്മളാരാ? ആരുതാണ് വലുത് ആരുതാണ് ചെറുത് നോക്കാൻ ഈ പടപ്പുകൾക്ക് എന്താ അവകാശമുള്ളത്? പിന്നെ ഒരു കാലത്ത് പള്ളികൾക്ക് വരുന്നവൻ്റെ ഇഖ്ലാസ് അളക്കാൻ ഈ പള്ളിക്ക് ഇരിക്കണോലും പിന്നെ 5 വക്ത് നിസ്കരിച്ചിരിക്കണോലും ആണെങ്കിലും ശരി, അവിടുന്ന് തറാവിയും 5 വക്ത് നിസ്കരിച്ചിരിക്കണോ ഒരു വക്ത് വരുന്നവൻ്റെ ഇഖ്ലാസ് അളക്കാൻ ആരും ആയിട്ടില്ല വീരാങ്ക. നമ്മൾ പഠിച്ച ദീനിതല്ലേ. കുട്ടി എജ്ജ് പറഞ്ഞ പഴയതേ ഞാനും കേട്ടേക്കണു. അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മളെ ഈ പള്ളിക്ക് ഇരിക്കണ ഈ ചെറുപ്പക്കാർക്കോ മറ്റുള്ളവർക്കോ ഇല്ല. കാരണം ഓൽക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് കണക്കൂട്ട്. നമ്മളൊരു ഈമാനുണ്ടല്ലോ, അത് നമ്മൾ നോക്കിയാൽ മതി. മറ്റുള്ളവർക്ക് നമ്മൾ നോക്കാൻ നമുക്ക് ആയിട്ടില്ല. ഇത് പറഞ്ഞ മാതിരി തന്നെ അതിനൊക്കെ പഠിച്ചോണ്ട് ആരുതാ സ്വീകരിച്ച് അൻ്റെതാ ഇൻ്റെതാന്നൊന്നും അറിയില്ല. ഞാൻ ചിലപ്പോൾ 5 വക്തും തറാവീക്കും ഒക്കെ വരേണ്ട ആളേക്കാരം. ഇൻ്റെ പഠിച്ചോൻ സ്വീകരിച്ചോന്ന് പഠിച്ചോനെ അറിയുള്ളൂ. പക്ഷെ എൻ്റെ ഈമാനെ എൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ ചിട്ടിയിൽ ഇജ്ജ് കൊണ്ടെടുക്കുന്നുണ്ടാവും. പക്ഷെ എൻ്റെ പഠിച്ചോൻ സ്വീകരിച്ചതും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ആൾക്കാർ ഈ ഉപദ്രവിക്കേണ്ട മാതിരിയുള്ള ഈ നോട്ടും കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ ആൾക്കാർ നിർത്തിയാൽ തന്നെ കുറച്ച് ആൾക്കാർ കൂടി പള്ളിയേക്ക് വരും എന്നാണ് ഈ വീരാങ്കാൻ്റെ അഭിപ്രായം. പറയാണെന്ന് വെച്ചാൽ അങ്ങനെ കുറേ പറയാണ്ട് വീരാങ്ക. ഈ നോട്ടം പേടിച്ചിട്ട് പള്ളികൾക്ക് വരാതെ പെരയിൽ നിസ്കരിച്ചിന് ഒരുപാട് കൂട്ടുകാരന്മാർ എനിക്കുണ്ട്. അപ്പോൾ ഈ ആൾക്കാർ ആരും ഈമാനും ഖിലാസും നടക്കാൻ നിൽക്കണ്ട. ബെർനോല് വന്ന് നിസ്കരിച്ചോട്ടെ പോയിക്കോട്ടെ. ഏതായാലും നേരം കാലണ്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ പെരയിൽ പോയിക്കോളി. ഞാനും പോട്ടെ, നിങ്ങൾ പോയിക്കോളി. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ആ സംശയോ എന്താ പത്ത താമസം? വാതിലോർക്കാൻ കിടന്നുറങ്ങിയിരുന്നു. ഉറങ്ങുന്നല്ലോ സംശയോ. നേരം വെളുത്തിട്ടേ എത്ര വട്ടപ്പം ഡോറ് തുറന്നറിഞ്ഞ് ബെല്ലടിച്ചലും ഡോറ് തുറക്കലും പിരിവേര് വന്നിട്ടുണ്ട് കുടുങ്ങിയിരിക്കണ്. ഇങ്ങോട്ട് കേറെ. ഞാനും പിരിവിന് വന്നല്ലോ. ഞാനേ എന്റെ പിരിവ് ഇപ്പൊ എനിക്കറിയില്ലേ. ഇവിടെ ഇരിക്ക. അന്റെ ഈ പിരിവിനെ തൊപ്പിന്റെ ആവശ്യമില്ലൊരു സംശയോ. തൊപ്പി അവിടെ നിൽക്കട്ടെ, റമദാൻ മാസമൊക്കെ അല്ലേ. പിന്നെ ഇന്നലത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സാധനമൊക്കെ തയ്ക്കില്ല എല്ലാവർക്കും? ഭക്ഷണമൊക്കെ ഉഷാറായി, എല്ലാവർക്കും തേഞ്ഞ് ബാക്കിയായി സാധനം. പിന്നെ
വേറെ കാറ്ററിംഗ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ എന്നെ ഏൽപ്പിച്ചത്. ഇത് ഉഷാറാക്കും വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഇപ്പൊ ഭക്ഷണം ഉഷാറായി പറഞ്ഞിട്ട് ബില്ലുമ്മ ചാമ്പാൻ നിൽക്കരുതിട്ടാ. ഈ കൊല്ലത്തെ ഫസ്റ്റ് നോൽമറക്കൽ അതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മോശമായാലേ ഇജ്ജങ്ങനെ നാട്ടുകാരോട് പറഞ്ഞിറക്കും. ബില്ലൊന്നും ഞാനേ ഇജ്ജ് പറഞ്ഞാൽ തോനൊന്നും ഇട്ടിട്ടില്ല. എന്താ സംശയം അത്? 64,350 ഇത്രക്കാവോ? എന്താ ഇവിടെ എഴുതിക്കണം? ഫ്രൂട്ട്സ് കട്ടിങ്ങ, ഹെയർ കട്ടിങ് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. കട്ടിങ്ങിന് പൈസ ഇട്ടതിൽ ഫ്രൂട്ട്സ് കട്ടിങ് അവിടെ പെണ്ണുങ്ങൾ വന്ന് കട്ട് ചെയ്യാണ്, ഓർക്കുള്ള പൈസയാണത്. പിന്നെ ഇവിടെ 64,000 റുപ്യേനെ ബില്ല് പറഞ്ഞാൽ എന്തൊക്കെയാണ് പരിപാടിയെന്ന് ഇവിടെ? ചെമ്മീൻ പൊരിച്ചത്, കാട, ഷവായ, ബ്രോസ്റ്റ്, ഷവർമ, എന്തൊക്കെയായിരുന്നു ഇവിടെ? ഒന്നാര സംശയം. ഇങ്ങനൊന്നും ഭക്ഷണം ഉണ്ടാക്കണ്ടില്ലേ? എന്നോട് പറയാണ് എത്ര ഭക്ഷണം നാശമായതറിയാം. എൻ്റെ ചെക്കനെ അവിടെ പോയി കണ്ടുകാണ്ടാണ് ഇപ്പം ഇതൊക്കെ കൂടി ഏൽപ്പിച്ചത്. ഓർക്ക് അതല്ലാണ്ട് പറ്റൂല. നമ്മൾ പിന്നെ അതിന് ആടല്ലാണ്ട് എന്താ രസമല്ലോ. അപ്പോൾ കുഞ്ഞാനെ ചെക്കന്മാർ പറഞ്ഞേ നടക്കുള്ളൂ, നമ്മൾ പറഞ്ഞതൊന്നും കുട്ടികൾ കേൾക്കില്ല. എന്നോട് പറയാണ് കുറേ ഭക്ഷണം നാശമായി. ഞാൻ അതുകൊണ്ട് ഇടങ്ങാറായി. കുറച്ചൊക്കെ ഞാൻ അയൽവാസിയാൽ കൊടുത്തു. ചിലവരൊക്കെ അത് വാങ്ങിച്ചു, ചിലവരൊക്കെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞു ഓലൊക്കെ ഭക്ഷണം കഴിച്ചേക്കണം. നോൻപല്ലേ ഈ വെള്ളം നിറവത്തിന് വെള്ളം അറിയും, വെള്ളം കുടിച്ചുമ്പോൾ വെള്ളം അറിയും. അപ്പോൾ നിങ്ങൾ ആരും കഴിക്കാത്തവർക്കാരെങ്കിലും കൊടുത്താളിന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൂടി കൊടുത്തിട്ട് എന്നോട് പറയാം തറാവി കഴിഞ്ഞ ശേഷം ഞാനും പെണ്ണുങ്ങളും കൂടെ കുഴിച്ചുത്തിപ്പിച്ചിട്ട് ഒരു മനുഷ്യനോട് ഇത് പറയാൻ പറ്റില്ല. ഭക്ഷണം പൊരിച്ചിട്ടില്ലേ? നമുക്കെന്നാൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. എൻ്റെ മുതൽ നാശമായില്ല അംശം. ഇന്ന് രാവിലെ ഞാൻ പത്രം എടുത്ത് നോക്കിയപ്പോൾ ആ യുദ്ധം നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ പിഞ്ച് കുട്ടികളടക്കം തിരക്കൂടുന്ന രംഗം കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇത് നെഞ്ഞ് പൊട്ടിയടാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എത്ര നബീസും എനിക്ക് പണി? ഇത് ഞാൻ വള്ളേ കുപ്പിയിൽ നിറച്ചൊക്കെ കുട്ടിയാക്കെ നോൽമ്പറക്കുമ്പോൾ തേച്ചാ തേയില തണുത്തള്ളം കുടിച്ചാന്. നിങ്ങളെ ഞാൻ പറഞ്ഞ കാര്യം ഹോട്ടലിൽ ഏൽപ്പിച്ചാ? ഹോട്ടലിലൊക്കെ ഏൽപ്പിച്ചകൊണ്ട് നബീസോ നാളെ വൈകുന്നേരത്തിനേ ഓലോട് വരാൻ പറഞ്ഞാണ്ടി ഒരു കുജുമന്തിയും പിന്നെ ഇജ്ജ് പറഞ്ഞ മാതിരി ഒരു ബ്രോസ്റ്റും ഞാൻ ഏൽപ്പിച്ചേക്കണു. അത് മതിയാവുമല്ലോ? അല്ല മനസ്സാ, ഒരു മന്തി ഒരു ബ്രോസ്റ്റും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റക്കാവുമ്പോൾ തന്നെ നമുക്ക് അത് ഉണ്ടാവില്ലുള്ളൂ. പിന്നെ ഓളും കുട്ടികളും കൂടി ഉണ്ടാവുമ്പോൾ അത് തെയ്യോ? നിങ്ങൾക്ക് ഈ റമദാൻ മാസാലും കൂടി ഈ അരക്കത്തരം ഒന്ന് മാറ്റിക്കൂടെ? നോൻപറക്കണ നേരത്തെ ഒരു നാരങ്ങള്ള ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും, പിന്നെ ഈ പൊരിയും കരിയും അത് വേറെ ഉണ്ടാവും, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ പാടെ തിന്നിക്കാണ്ട് പിന്നെ ഈ കുജുമന്തിയും ഈ ബ്രോസ്റ്റും തിന്നാൻ അവനാൻ്റെ പള്ളിയിൽ സ്ഥലം വേണ്ടേ? വെറുതെ കുറെ ബാക്കിയൊക്കെ കേൾക്കാറ്. അതുകൊണ്ട് ഞാൻ 2 മാണ്ടാന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചത് നബീസു. നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ അതും ഇതും ഉണ്ടിച്ചിട്ട് ഈ നോൽമ്പറക്കണ നേരത്തെ ഈ കുട്ടിയാൾക്ക് മുന്നിക്ക് വെച്ചെടുക്കണ്ടേ? അത് തേഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം പറഞ്ഞു തരണ്ട്. അതൊക്കെ തേയ് നബീസോ. ഇത് ഓലൊക്കെ തീറ്റ കഴിഞ്ഞിട്ടേ ഇച്ച് തിന്നാൻ തന്നാ മതി. നമ്മൾ ഈ 2-3 കൊടുന്നിക്കാണ്ട് ഭാരി വലിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇത് ഏസാമരുവിന്റെ ഇടയിൽ തിന്നാൻ കജൂല. അപ്പോത്തിന് പള്ള നിറഞ്ഞ് പള്ള ഫുള്ളായി ഓരോർക്ക് അവിടെ വേദന പോയി കെടുക്കും. എന്നിട്ട് തറാവിയും കഴിഞ്ഞിക്കാണ്ട് ഇതൊക്കെ പാടെ തൊടു കൊണ്ടുപോയാണ് പൊട്ടും. മുതൽ നാസാക്കല്ലേ നബീസു. പൊന്നാര മക്കളെ, നിങ്ങളോടും ഇന്നോടും കൂടിയാണ് പറയേണ്ടത് കേട്ടോ. ഇത് റമദാൻ മാസമാണ്. നമ്മളുടെ ആ നോൻപറക്കണ നേരത്തെ ഓരോരോ ഭക്ഷണങ്ങൾ കൊടുന്നിക്കാണ്ട് ഒരു ധാരാളിത്തം കാട്ടിക്കാണ്ട് തിന്നാതെ വേസ്റ്റാക്കിക്കാണ്ട് നമ്മളാ തൊടു കൊണ്ടുപോയി കൊട്ടേണ്ട ഒരു സ്വഭാവം അത് നിങ്ങളും ഞാനും എല്ലാവരും നിർത്തണം കേട്ടോ. ഭക്ഷണം കിട്ടാതെ ആ പലസ്തീനിലൊക്കെ കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ഓലൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അതേമാതിരി റംസാൻ മാസം പള്ളിയൊക്കെ എൻ്റെ ഒരു കുട്ടികളെ ഒരു നോട്ടം ഓല ഇതിൻ്റെ മുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. ഓലിപ്പോൾ നിസ്കാരക്കാരികൾ വന്നേക്കണമെന്നുള്ള മനസ്സിൽ ചിന്തിച്ച് കണ്ടൊരു നോട്ടം. ഓല ആ നിസ്കരിച്ചാൽ വന്ന ആൾക്കാർ പോലും ആ പള്ളിയിൽ നിന്ന് നീച്ചുകൊണ്ടൊരു സ്വഭാവമാണ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നെ കാണേണ്ട ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിക്കാണ്ട് ഈ റമദാൻ മാസമെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചാൽ പഠിച്ചോ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ.